CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിന് വിമർശനം. കിളികൊല്ലൂരിലെ മർദ്ദനക്കേസടക്കം ഉയർത്തിക്കാട്ടിയാണ് പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചത്. പോലീസിലെ ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കാൻ ആഭ്യന്തര വകുപ്പിന് ആകുന്നില്ലെന്നും യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. ജില്ലാ കമ്മിറ്റിക്ക് നേരെയും വിമർശനം ഉയർന്നു. കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള പാർട്ടി സ്കൂളിൽ സാമ്പത്തിക അച്ചടക്കമില്ലെന്ന ആക്ഷേപം സമ്മേളനത്തിൽ ഉയർന്നു. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയാണ് പ്രശ്നങ്ങളിലേക്ക് നയിച്ചതെന്നും പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുകയാണ്. ഷമീർ, വിഭാഗീയതയുടെ പേരിൽ തുടക്കത്തിൽ തന്നെ വലിയ ചർച്ചയായ സമ്മേളനം. എന്തായാലും ആഭ്യന്തര വകുപ്പിനും രൂക്ഷമായ വിമർശനങ്ങളാണ് പ്രതിനിധികൾ ഉന്നയിക്കുന്നത്. വിശദാംശങ്ങൾ. രുചീഷ്, ആഭ്യന്തര വകുപ്പിനെതിരെയാണ് ഇന്ന് വിമർശനം പ്രതിനിധികൾ ഉന്നയിച്ചത്. കിളികല്ലൂരിൽ ഒരു സൈനികനെ ക്രൂരമായി മർദ്ദിച്ച സംഭവമുണ്ടായി. ആ സംഭവത്തിന്റെ ആദ്യഘട്ടത്തിലൊന്നും തന്നെ പോലീസിനെ നിയന്ത്രിക്കാനോ അത്തരത്തിൽ നടപടി സ്വീകരിക്കാനോ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞില്ല. പിന്നീട് വലിയ ജനകീയ പ്രതിഷേധം ഉണ്ടായപ്പോഴാണ് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന CAയും അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SIയും സ്ഥലം മാറ്റി നടപടി സ്വീകരിച്ചത്. പിന്നീട് അവർക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോഴാണ് സസ്പെൻഷനിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങിയത്. പിന്നീട് സമാനമായ സംഭവങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടും ഇത് നിയന്ത്രിക്കാൻ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല. അതായത് ആഭ്യന്തര വകുപ്പിനെ വിമർശിക്കുമ്പോൾ നേരിട്ട് മുഖ്യമന്ത്രി വിമർശിക്കുകയാണ് പ്രതിനിധികൾ. ആഭ്യന്തര വകുപ്പ് ആരും കുത്തഴിഞ്ഞ സംവിധാനമാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. അങ്ങനെ മുഖ്യമന്ത്രിയെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ പ്രതിനിധികൾ ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനം ഉന്നയിച്ചത്. ഏതായാലും കരുനാഗപ്പള്ളിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കരുനാഗപ്പള്ളിയിൽ CPM നേതൃത്വത്തിലുള്ള പാർട്ടി സ്കൂളിൽ ഒരു നിയന്ത്രണവുമില്ല. അവിടുത്തെ സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കമില്ലാതെയാണ് അവിടുത്തെ സാമ്പത്തിക കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വലിയ ആരോപണങ്ങൾ, പത്രവാർത്തകളൊക്കെ ഉണ്ടായിട്ട് പോലും ജില്ലാ നേതൃത്വത്തിന് അതിനെക്കുറിച്ച് തിരക്കാനോ അല്ലെങ്കിൽ അതിൽ നിയന്ത്രണം ഏർപ്പെടുത്താനോ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ പാർട്ടി നിയന്ത്രിക്കണമെന്ന് പ്രതിനിധികൾ ഉന്നയിച്ചു. എന്തായാലും കരുനാഗപ്പള്ളിയിലെ രണ്ട് നേതാക്കന്മാരുടെ വിഭാഗീയത, അതാണ് ഈ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കരുനാഗപ്പള്ളിയിലുള്ള പ്രതിനിധികളെ പങ്കെടുപ്പിക്കാതെയാണ് ഇത്തവണത്തെ ഈ ജില്ലാ സമ്മേളനം ചേരുന്നതെന്നും പ്രത്യേകതയാണ്. എന്തായാലും ഈ കരുനാഗപ്പള്ളിയിൽ തുടങ്ങിയ വിഭാഗീയ പ്രവർത്തനങ്ങളാണ് പാർട്ടിക്ക് ആകമാനം നാണക്കേടുണ്ടാക്കിയത്. അത് സാമ്പത്തിക അച്ചടക്കമായാൽ പോലും പാർട്ടിയുടെ സ്കൂളായാൽ പോലും വലിയ രീതിയിൽ ജില്ലയിലെ CPMന് ക്ഷീണമുണ്ടാക്കി. കരുനാഗപ്പള്ളിയിലെ രണ്ട് നേതാക്കന്മാരുള്ള തമ്മിലുള്ള ചേരിപ്പോര് അത് വലിയ രീതിയിൽ തെരുവിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസവും സമാനമായ ആരോപണങ്ങൾ പ്രതിനിധികൾ ഉന്നയിച്ചു. ഇന്നും അത്തരത്തിലുള്ള ആരോപണങ്ങൾ പ്രതിനിധികൾ ഉന്നയിച്ചു, വിമർശനങ്ങൾ പ്രതിനിധികൾ ഉന്നയിച്ചു എന്നാണ് രുചീഷ് സമ്മേളന സ്ഥലത്ത് നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി ഷമീർ, എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം ഉയരുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. വിവരങ്ങൾ നൽകിയായിരുന്നു ഷമീർ അബ്ദുൾ.